നമസ്കാരം, ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം. മണപ്പുറം ഫിനാൻസ് ഓഹരികൾ കൈവശമുള്ളവർക്കും പുതിയതായി നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ നിക്ഷേപ ഭീമനായ ബെയിൻ ക്യാപിറ്റൽ മണപ്പുറം ഫിനാൻസിന്റെ ഓഹരികൾ ഏറ്റെടുക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അന്തിമ അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം. മണപ്പുറം ഫിനാൻസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ അല്ലെങ്കിൽ ചരിത്രപരമായ നിമിഷമാണ്. 2025 മാർച്ചിൽ ആരംഭിച്ച ഒരു വലിയ ഇടപാടിനാണ് ഇപ്പോൾ RBI പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. ബെയിൻ ക്യാപിറ്റൽ മണപ്പുറം ഫിനാൻസിന്റെ 41.66% വരെ ഓഹരികൾ ഏറ്റെടുക്കാനാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വാർത്ത വന്നതോടെ ഓഹരി വിപണിയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഈ ഇടപാടിന്റെ സാമ്പത്തിക വശങ്ങൾ പരിശോധിച്ചാൽ ഏകദേശം 4385 കോടി രൂപയുടെ നിക്ഷേപമാണ് ബെയിൻ ക്യാപിറ്റൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടമെന്ന നിലയിൽ 18% ഓഹരികൾ അവർ സ്വന്തമാക്കും. ഇതിനായി ഒരു ഓഹരിക്ക് 236 രൂപ എന്ന നിരക്കിൽ ആണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ പൊതു ഓഹരി ഉടമകളിൽ നിന്ന് 26% ഓഹരികൾ കൂടി വാങ്ങാനായി ഒരു ഓപ്പൺ ഓഫറും വരുന്നുണ്ട്. ഇതും ഓഹരി ഒന്നിന് 236 രൂപ നിരക്കിൽ തന്നെയാവും നടക്കുക. എന്തുകൊണ്ടാണ് ഈ അനുമതി ലഭിക്കാൻ ഇത്രയും വൈകിയതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ബെയിൻ ക്യാപിറ്റലിന് ഇന്ത്യയിലെ മറ്റൊരു ധനകാര്യ സ്ഥാപനമായ ടൈഗർ ക്യാപിറ്റൽ 93% ഓഹരി പങ്കാളിത്തമുണ്ട്. ഒരേ നിക്ഷേപകന് ഒന്നിലധികം വായ്പാ സ്ഥാപനങ്ങളിൽ ഇത്രയും വലിയ നിയന്ത്രണം ഉണ്ടാകുന്നത് റിസ്ക് ആണെന്ന RBIയുടെ നിലപാടാണ് ഇതിന് തടസ്സമായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ആശങ്കകളെല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ടാണ് ഫെബ്രുവരി 13-ന് RBI അന്തിമ അനുമതി നൽകിയത്. ഈ മാറ്റം മണപ്പുറം ഫിനാൻസിനെ എങ്ങനെ ബാധിക്കും? ബെയിൻ ക്യാപിറ്റൽ വെറുമൊരു നിക്ഷേപകൻ മാത്രമല്ല, ഇനി മുതൽ അവർ കമ്പനിയുടെ ഒരു പ്രൊമോട്ടർ കൂടി ആയിരിക്കും. അതായത് മണപ്പുറത്തിന്റെ ബോർഡ് ഓഫ് ഡയറക്ടർമാരിൽ അവരുടെ പ്രതിനിധികൾ ഉണ്ടാകും. കമ്പനിയുടെ ഭരണം നിലവിലെ പ്രൊമോട്ടർമാർക്കും ബെയിൻ ക്യാപിറ്റലിനും സംയുക്തമായിട്ടായിരിക്കും നിയന്ത്രിക്കുക. മണപ്പുറം ഫിനാൻസ് MD VP നന്ദകുമാർ പറഞ്ഞത് ബെയിൻ ക്യാപിറ്റലിന്റെ വരവ് കമ്പനിയുടെ വളർച്ച വേഗത്തിലാക്കുമെന്ന് തന്നെയാണ്. സ്വർണ്ണപ്പണയ മേഖലയിൽ സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്താനും കൂടുതൽ ബ്രാഞ്ചുകൾ ഇന്ത്യയിലുടനീളം വ്യാപിപ്പിക്കാനും ഈ നിക്ഷേപം സഹായിക്കും. നിക്ഷേപകരെ സംബന്ധിച്ച് മണപ്പുറം പോലുള്ള ഒരു NBFCയിലേക്ക് ആഗോളതലത്തിലുള്ള ഒരു ഇൻവെസ്റ്റർ വരുന്നത് വലിയൊരു പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ്. നിലവിൽ ഏകദേശം 300 രൂപയ്ക്ക് അടുത്ത് വ്യാപാരം നടക്കുന്ന ഈ ഓഹരിക്ക് പല ബ്രോക്കറേജ് സ്ഥാപനങ്ങളും 345 രൂപ മുതൽ 355 രൂപ വരെ ടാർഗറ്റ് പ്രൈസ് നൽകുന്നുണ്ട്. നമുക്ക് മണപ്പുറം ഫിനാൻസ് ഓഹരിയുടെ ടെക്നിക്കൽസ് കൂടി പരിശോധിക്കാം. വെള്ളിയാഴ്ച 302 രൂപയ്ക്ക് അടുത്താണ് ഓഹരി വ്യാപാരം നടത്തിയത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ്. അതായത് നിക്ഷേപകർക്ക് ഈ ഓഹരിയിലുള്ള താല്പര്യം കൂടി വരുന്നുണ്ട്. ഓഹരി വില താഴോട്ട് വരികയാണെങ്കിൽ 295 രൂപ എന്ന നിലവാരത്തിൽ തന്നെയാണ് ആദ്യ സപ്പോർട്ട് ഉള്ളത്. ബ്രോക്കറേജ് സ്ഥാപനമായ ബജാജ് ബ്രോക്കിംഗ് പറയുന്നത് 295-300 രൂപ റേഞ്ചിൽ നല്ലൊരു ബൈയിങ് അവസരം ഉണ്ട് എന്ന് തന്നെയാണ്. 295 രൂപ നിലവാരം കൈവിടുന്നുണ്ടോ എന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഇനി മുകളിലോട്ട് നോക്കുമ്പോൾ 312 രൂപ, 321 രൂപ, അതായത് 52 ആഴ്ചയിലെ ഹൈ എന്നിവയാണ് പ്രധാന റെസിസ്റ്റൻസ്. 10 ദിവസത്തെയും 20 ദിവസത്തെയും മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ് ഓഹരി ഇപ്പോഴുള്ളത്. ഇത് പോസിറ്റീവായ ഒരു ലക്ഷണം തന്നെയാണ്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നിലവിൽ 52.7 എന്ന നിലയിലാണ്. അതായത് ഓഹരി ഓവർബോട്ട് സോണിലല്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ട് കയറാൻ ഇനിയും സ്പേസ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. MACD പോസിറ്റീവ് സോണിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതായത് ബുള്ളിഷ് മൊമെന്റം തുടരാനാണ് സാധ്യത. ടെക്നിക്കൽ ചാർട്ടുകൾ പ്രകാരം മണപ്പുറം ഫിനാൻസ് നിലവിൽ മൈൽഡ്ലി ബുള്ളിഷ് തന്നെയാണ്. 295 രൂപയ്ക്ക് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു ചെറിയ കറക്ഷൻ പ്രതീക്ഷിച്ചാൽ മതി. ദീർഘകാല നിക്ഷേപകർക്ക്, അതായത് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് 332 രൂപ മുതൽ 350 രൂപ എന്ന ടാർഗറ്റ് മനസ്സിൽ വെക്കാവുന്നതാണ്. മണപ്പുറം ഫിനാൻസ് ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റിലേക്ക് മാറുന്നതിന്റെയും ആഗോള നിലവാരത്തിലേക്ക് ഉയരുന്നതിന്റെയും തുടക്കമാണിത്. വരും ദിവസങ്ങളിൽ ഈ ഓഹരിയുടെ ചലനങ്ങൾ വിപണി വളരെ ശ്രദ്ധയോടെയാകും നിരീക്ഷിക്കുക.